ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കാട്ടാളൻ പുതിയ നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ കണ്ടിട്ടുള്ള വരവാണ്. പടമെന്ന് വെച്ചാൽ പടം ഒരു അടിപൊളി എന്നല്ല ഒരു പടമാണ്, അത് ഞാൻ പറയാം. പടത്തെ മെയിനായിട്ട് നിൽക്കുന്നത് ഒരു കാർഡ് ബേസ് ചെയ്ത് അതിലെ എക്സ്പോർട്ടിങ്, ഒരു കൊമ്പ് എക്സ്പോർട്ടിങ് ആ രീതിയിൽ ചെയ്യുന്ന ഒരു പടം ആണ്. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ആക്ടിങ് ഘടകങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആൻ്റണി വർഗീസ് പെപ്പെ നമ്മുടെ പെപ്പെ ആ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിലെ ജഗദീഷ് നമ്മുടെ ചേട്ടൻ, ആ പുള്ളിക്കാരൻ്റെ റോളും അടിപൊളിയാണ്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെ. പിന്നെ നമ്മുടെ വില്ലനായിട്ട് വില്ലൻ എന്ന് പറയാം നമ്മുടെ മംഗളശീലൻ പുഷ്പയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയത്തില്ല, അതും നൈസായിട്ട് ചെയ്തു വെച്ചേപ്പുണ്ട് പുള്ളിക്കാരൻ. പിന്നെ പടത്തിൻ്റെ BGM നമ്മുടെ രവി ബസൂർ പടത്തിനങ്ങ് പണി എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത BGM. ഓരോ ഫൈറ്റിനും അതിൻ്റെ കാര്യങ്ങൾക്കും എല്ലാം ആ രീതിയിൽ അനുസരിച്ച് പടം ഒന്ന് എൻഗേജ് ചെയ്ത്, ഈ പടത്തിൻ്റെ മെയിൻ എൻഗേജ്മെൻറ്റ് തന്നെ രവി ബസൂറിൻ്റെ BGM ആണ് മെയിനായിട്ട്. പടം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കോടെയൊക്കെ ഒരു ഹൈപ്പിൽ പോയിരുന്ന് ആ പടം കാണല് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പടത്തിന് കൃത്യമായിട്ടുള്ള ഡ്രോബാക്കുകളുണ്ട്. കാരണം പടത്തിൻ്റെ സ്റ്റോറി ബിൽഡപ്പ് ആ രീതി വന്നിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അതൊരു സ്റ്റോറി, ഒരു പോരായ്മയുണ്ട്. ഒരു സ്ഥിരം കണ്ടുവരുന്ന ഒരു സ്റ്റോറി രീതിയിലോട്ടുള്ള തോന്നിപ്പിച്ച്, പിന്നെ എന്ന് പറഞ്ഞാൽ അതാണ് മെയിനായിട്ടൊരു ഡ്രോബാക്ക്. പിന്നെ ഇതിനകത്ത് എടുത്ത് ഹനാൻ ഷാ വരുന്നുണ്ട്. ഹനാൻ ഷായ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് കൊടുക്കാമായിരുന്നു, ബട്ട് അദ്ദേഹത്തിനൊരു ഡയലോഗ് പോലും ഇല്ല എന്നതാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, സോഷ്യൽ മീഡിയ മൊത്തം അത് തന്നെയാണ് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ പടം എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഫൈറ്റിൻ്റെ വർക്ക് കാര്യങ്ങൾ അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്നുണ്ട് തിയേറ്ററിൽ. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ, ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് വന്നപ്പോൾ ഉണ്ട്. ആ ഒരു കഥ പുള്ളി ചെയ്ത് കൊണ്ടുവരുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കും, പക്ഷെ നമുക്ക് ഒന്നും വർക്കൗട്ട് ആവാത്ത പോലെ, പേഴ്സണലി എനിക്ക് എന്തൊക്കെയോ വർക്കൗട്ട് ആവാത്ത പോലെ. അപ്പം പടം ഒരു ആവറേജ് രീതി എല്ലാവർക്കും പോയി കാണാം. അത്രയ്ക്ക് തെള്ളിക്കളയുന്നത് മാർക്കോടെ ഒരു പ്രതീക്ഷയെ പോയി കാണലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ BGM കാര്യങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ പോയി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ലെറ്റ്സ് ഫൈൻഡ് അപ്പ്.